എയ്ഡ്സ് രോഗത്തിനെതിരായ ബോധവൽക്കരണവും രോഗികളായവരെ ചേർത്ത് പിടിക്കുന്ന സന്ദേശവും നൽകി ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു. കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ വിവിധ പരിപാടികളോടെ ദിനാചരണം സംഘടിപ്പിച്ചു. തടസ്സങ്ങളെ മറികടക്കുക, രോഗികളോടുള്ള പ്രതികരണം മാറ്റുക എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിനാചരണത്തിലെ ആഗോള പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടനകളും സ്ഥാപനങ്ങളും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോതമംഗലത്ത് ധർമ്മഗിരി ആശുപത്രിയിലെ ദിനാചരണം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബിജു ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലിസ, ഡോക്ടർ എൻ.ഡി. വർഗീസ്, റേച്ചൽ കെ. വർഗീസ്, ജിറ്റോ ഷൈജു, ഡോക്ടർ ജിത്തു, ഡോക്ടർ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിരോധമാണ്, അസുഖങ്ങൾ വരാതെ നോക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ആദ്യം ചെയ്യേണ്ട നടപടി. അപ്പോൾ അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം രക്തം വഴി പകരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ കാലിലൊരു സൂചി കൊണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞ് ഷേവ് ചെയ്യുമ്പോൾ ആ ഒരു റേസറിലൂടെ, ഇതിനെല്ലാം നമ്മൾ അറിയാത്ത വഴികളിലൂടെയാണ് ഈ അസുഖം പകരുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഈ പകരുന്ന വഴികൾ, പകരുന്ന മാർഗങ്ങൾ അടച്ചു കളയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രതിരോധത്തിലൂടെ ആദ്യം തന്നെ അസുഖം വരാതിരിക്കാൻ നോക്കാം. വന്നു കഴിഞ്ഞാൽ അത് ആദ്യമേ തന്നെ ഡിറ്റക്ട് ചെയ്ത് എത്രയും നേരത്തെ ചികിത്സ തുടങ്ങേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ വിവിധ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിച്ചു. എയ്ഡ്സിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഭാരം കുറയുക, സ്ഥിരമായ പനി, വയറിളക്കം, തീവ്ര ക്ഷീണം, ന്യൂമോണിയ, തുടർച്ചയായ അണുബാധ, ചർമ്മത്തിലെയും വായിലെയും പാടുകൾ, സന്ധി പ്രശ്നങ്ങൾ, നാഡീ പ്രശ്നങ്ങൾ എന്നിവയാണ്. HIV ബാധിച്ചാൽ 2 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ ആദ്യ ലക്ഷണങ്ങൾ ഉണ്ടാകാം. എന്നാൽ എയ്ഡ്സ് എന്ന അവസ്ഥ ഉണ്ടാകാൻ ശരാശരി 8 മുതൽ 10 വർഷം വരെ എടുക്കും. ചിലരിൽ ഇത് 5 മുതൽ 15 വർഷം വരെയും വ്യത്യാസപ്പെടാം. HIV വൈറസ് ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നടത്തുന്ന പരിശോധനയാണ് എലിസ ടെസ്റ്റ്. ഇതാണ് ഏറ്റവും സാധാരണയായി ചെയ്യുന്ന പരിശോധന. ഈ പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആണെങ്കിൽ 2 പരിശോധന നടത്തും. എലിസ പോസിറ്റീവ് ആയാൽ സ്ഥിരീകരിക്കുന്നതിനായി നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. ഇതിൽ HIV ആന്റിബോഡികളെ വ്യക്തമായി തിരിച്ചറിയുന്നു. GTV ന്യൂസ്, കോതമംഗലം.